തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയമസഭാ സമ്മേളനവും തുടങ്ങി. പക്ഷേ ആരായിരിക്കും പ്രതിപക്ഷ ഉപനേതാവ് എന്ന കാര്യത്തിലുള്ള തർക്കം തുടരുകയാണ്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ചർച്ച നടത്തി. പക്ഷേ ചർച്ചയിൽ പരിഹാരമുണ്ടായില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനവും ഉപനേതൃസ്ഥാനവും തങ്ങൾക്ക് തന്നെ വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. അവർ പറയുന്നത് ഇതിനു മുമ്പേ ഒരു കീഴ്വഴക്കമുണ്ട്. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ള സ്ഥാനം തങ്ങൾക്ക് വേണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. എന്തായാലും ചർച്ചകൾ തുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ചയായി. ഒരു ഫലവും കാണുന്നില്ല. CPI ആകട്ടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അല്പം പോലും പിന്നോട്ട് പോകില്ല എന്ന് പറയുന്നു. അവർക്ക് അർഹമായ പ്രാതിനിധ്യം MLAമാരുടെ കാര്യത്തിൽ നിയമസഭയിലുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഉപനേതൃസ്ഥാനം വേണമെന്നും ഉള്ള അവകാശവാദം ഉന്നയിക്കുന്നു. മാത്രവുമല്ല, CPIയുടെ എല്ലാ ഘടകങ്ങളും ഒരുപോലെ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനം വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നെങ്ങാനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിന്മാറിയാൽ വലിയ തരത്തിലുള്ള എതിർപ്പും വിയോജിപ്പുമൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. സാധാരണഗതിയിൽ ചില തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിന്മാറുന്ന പതിവുണ്ട്. പക്ഷേ ഇത്തവണ പ്രതിപക്ഷ ഉപനേതാവ് എന്ന സ്ഥാനത്തിന് വേണ്ടി പിടിവാശിയിൽ മുന്നോട്ട് പോവുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി. വരും ദിവസങ്ങളിലും ചർച്ചയുണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ ആ ചർച്ച എത്ര കണ്ട് ഫലപ്രദമാകും എന്നുള്ളത് വ്യക്തമല്ല. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാൻ തീരുമാനിച്ചത്. ഒപ്പം ഉപപ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്കും നൽകണ്ട, അത് CPIMന് തന്നെ വേണം എന്ന ആവശ്യവും സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനം CPIM വേണം എന്ന വാശി പിടിക്കുന്നത്. കാരണം പാർട്ടിയുടെ മേൽഘടകങ്ങളെല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. 2 പാർട്ടികളുടെയും മേൽഘടകങ്ങൾ ഒരുപോലെ ഒരേ തരത്തിലുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത്, അതും പ്രതിപക്ഷ ഉപനേതാവ് എന്ന സ്ഥാനത്തിനു വേണ്ടി. ഈ ചർച്ചകൾ എങ്ങും എത്താതെ മുന്നോട്ട് പോകുന്നു. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ സഭയിൽ വരാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ മുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ നേതൃനിരയിൽ ഉണ്ടാവുക CPI ആണെന്നറിയാം. അത് അത്ര കണ്ട് ബോധ്യപ്പെടത്തില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല CPIMൻ്റെ ചില നേതാക്കന്മാർക്ക്. എന്തായാലും പിടിവാശി നല്ലതാണ്. പക്ഷേ ഇരുപക്ഷത്തും നേതാക്കന്മാരും അവരുടെ വിവിധ കമ്മിറ്റികളുമെല്ലാം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടി ശക്തമായി വാശി പിടിക്കുകയാണ്. വാശി എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇതിൽ ഒരു കാര്യം CPI വ്യക്തമാക്കിയിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇടതുമുന്നണി യോഗത്തിൽ ഉൾപ്പെടെ വിട്ടുനിൽക്കുമെന്നും, വേണ്ടി വന്നാൽ നിയമസഭയിൽ CPI ഒരു പ്രത്യേക ബ്ലോക്കായി മാറിയിരിക്കുമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര കണ്ട് യാഥാർത്ഥ്യമാകും എന്ന് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. പ്രതിപക്ഷ നിര അത്ര കണ്ട് മെലിഞ്ഞതല്ല എങ്കിൽ പോലും, ശക്തന്മാരായ നേതാക്കന്മാർ പ്രതിപക്ഷത്തുണ്ടെങ്കിൽ പോലും CPIയുടെ അവകാശവാദം അവർ പറയുന്നത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അവർക്ക് അർഹതപ്പെട്ടതാണ്, അത്രയധികം MLAമാരെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ പ്രമുഖ നേതാക്കന്മാരൊക്കെ MLAമാരായി ഉള്ളതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന് വാശി പിടിക്കുന്നു. CPIMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ കൂടാതെ KN ബാലഗോപാൽ തുടങ്ങി, സജി ചെറിയാൻ തുടങ്ങി, V ജോയ് തുടങ്ങി അങ്ങനെ പ്രമുഖരായ നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. നേതൃനിര കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അവകാശവാദം CPIM ഉന്നയിക്കുന്നതും അവർ പിൻവാങ്ങാത്തതും. ഒരുപക്ഷെ CPI ഒരു പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കാൻ സാധ്യതയൊന്നും ഉണ്ടാകില്ല. അതിനു മുമ്പേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം എന്നൊക്കെ കരുതാം. പക്ഷേ ഇതോടുകൂടി പാർട്ടിക്കുള്ളിലെ ബന്ധങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന പുകിലുകൾ കേരളം കണ്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചു. അവസാനം ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുമ്പോഴും ഒപ്പിട്ട PM ശ്രീ പദ്ധതി അതുപോലെ നിലകൊള്ളുകയും അതുമായി ബന്ധപ്പെട്ട
എല്ലാ വിധത്തിലുള്ള സേവനങ്ങൾ കേരളത്തിന് ലഭിക്കുകയും ചെയ്തു എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ വാദം. അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള വാദം CPI തുടരുക തന്നെ ചെയ്യും. കാരണം രാഷ്ട്രീയപരമായി അവർക്ക് പലതും പറയാൻ കഴിയും. വലിയ തരത്തിൽ CPM-നെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പിടിവാശിയിൽ നിന്നും അവർ പിന്നോട്ട് മാറാതെ നിൽക്കുന്നത്. ഇനി പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ ഉപനേതാവോ എന്നുള്ളതല്ല പ്രശ്നം. നിയമസഭയിൽ സാധാരണക്കാർക്ക് വേണ്ടി എന്താണ് പ്രതിപക്ഷം വാദിക്കാൻ പോകുന്നത്, അതാണ് എല്ലാവരും നോക്കുന്നത്. 10 വർഷത്തെ ഭരണസാരഥ്യത്തിന് ശേഷം പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വരുന്നു. അപ്പോഴേക്കും അദ്ദേഹം എന്തായിരിക്കും നിയമസഭയിൽ ഉന്നയിക്കാൻ പോകുന്നത്? പ്രതിപക്ഷത്തിൻ്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടുകൂടി കേരളം വീക്ഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്.